ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷിത്തണ്ട് വെച്ചിട്ട് തോരനാണ്. വെള്ളത്തണ്ട് എന്നതിന് പറയും. പറമ്പിലൊക്കെ നിൽക്കുന്നതാണ്. പണ്ട് കാലങ്ങളിൽ സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു തോരനാണിത്. വേവൊന്നുമില്ല, പെട്ടെന്ന് ഇതാവും. വളരെ പെട്ടെന്ന് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് മഷിത്തണ്ട്. ഇതാണ് മഷിത്തണ്ട് എന്ന് പറയണത്. കണ്ട, പണ്ട് കാലം സ്ലേറ്റൊക്കെ ഇതാക്കാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ, ആ ചെടിയാണിത്. കണ്ട, അതിൻ്റെ തണ്ടാണ് കേട്ടോ പറിക്കേണ്ടത്. അടിഭാഗം വേണ്ട, കട വേണ്ട. അതിൻ്റെ തണ്ട് പറിച്ചിട്ട് കണ്ടില്ലേ. ഇനി നമുക്കത് നല്ലവണ്ണം കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 5 മിനിറ്റ് നേരം വെക്കുക. നമ്മൾ പറമ്പിൽ നിന്ന് പൊട്ടിക്കണല്ലോ, എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ് 5 മിനിറ്റ് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തത് നല്ല നൈസായിട്ട് അരിയേണ്ട, ഇതേപോലെ അരിഞ്ഞാൽ മതി. ഇപ്പോൾ വേവ് കുറവായ കാരണം പെട്ടെന്ന് വെള്ളം, അതിൻ്റെ തണ്ടിലൊക്കെ വെള്ളമുണ്ട്, കാരണം ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇനി തോരന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഉണക്കമുളക്, തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉപ്പ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. മുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, അതിൽ തന്നെ ഉപ്പുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്തിട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കണം അതിൽ. ഇപ്പോൾ നമ്മളൊക്കെ അരിഞ്ഞ് വെച്ച ഇതിൽ നമുക്ക് ചതച്ച് വെച്ച ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുക, നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കടുക് മാത്രം പൊട്ടിച്ചാൽ മതി. മറ്റേതെല്ലാം ഉപ്പും മുളകും എല്ലതും പാകമാണ്. അതിലെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്കൊരു പാന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിപ്പോൾ ചൂടായിട്ട് വന്നാൽ നമുക്കതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിന് കടുക് പൊട്ടിക്കുക. ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് ഇതാക്കാം. ഉണക്കമുളക് ഇപ്പോൾ ഒന്ന് മൂത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചതച്ച് വെച്ച മഷിത്തണ്ട് ഇതൊക്കെ കൂടിയിട്ട് അതിൽ ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക കേട്ടോ. അത് മൂടിയൊന്നും വെക്കേണ്ട. മഷിത്തണ്ടിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അതിൽ നിന്ന് വെള്ളമുള്ള കാരണം പെട്ടെന്ന് വേവ് കുറവായ കാരണം മൂടി വയ്ക്കേണ്ട. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മൂടി വെച്ചാൽ ആ മഷിത്തണ്ടിലത്തെ വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നത് കണ്ട. ഇപ്പോൾ ഏകദേശം നമ്മൾ മഷിത്തണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഇതായിട്ട് വന്നിരിക്കുന്നു. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കേട്ടോ. ഇളക്കി കൊടുക്കുക ഇങ്ങനെ. ഇപ്പോൾ നമ്മളെ മഷിത്തണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.